നെക്സ്റ്റ് NCERT പാർട്ട് 2-ൽ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്ന റേ ഒപ്റ്റിക്സ് ആണ്. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് R=2F അറിയാമല്ലോ. അത് മിററിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ലെൻസിന് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്തതാണ് മിറർ ഫോർമുല 1/F = 1/V + 1/U. രണ്ടും പ്ലസ് തന്നെയാണ് വരിക. ഓക്കെ. പിന്നെ മാഗ്നിഫിക്കേഷൻ M = -V/U. ഓക്കെ. അപ്പോൾ അതിനകത്ത് മിററിനകത്ത് നമുക്ക് കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ സൈൻ കൺവെൻഷനൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, പ്രോബ്ലം വരികയാണെങ്കിൽ അത്രയേ ഉള്ളൂ. പിന്നെ അറിയാം ലെൻസിൻ്റെ ഒരു മിററിൻ്റെ ഒരു ഡിഫക്റ്റാണ് എന്ത്, സ്പെറിക്കൽ അബറേഷൻ അറിയാമല്ലോ. അതിൻ്റെ റെമഡി ഒന്ന് അറിയണം. സ്പെറിക്കൽ അബറേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പാരാബോളിക് മിറേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്സ് യൂസ് ചെയ്യുക. ഇൻസുലേഷൻ ഉപയോഗിച്ചിട്ട് ആക്സിൽ റേസിനെയോ അല്ലെങ്കിൽ പാരാക്സിൽ റേസിനെയോ ഏതെങ്കിലും ഒന്നിനെ കട്ട് ചെയ്യുക. ഓക്കെ. അതിനുശേഷമാണ് റിഫ്രാക്ഷൻ്റെ കേസിൽ ഒരു മീഡിയത്തിൽ മറ്റേ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ബെൻഡ് ചെയ്യുന്ന ഫിനോമിനൻ അറിയാമല്ലോ. അപ്പോൾ അത് ആ ഒരു മീഡിയത്തിൽ വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ മാറാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഏതാ? ലൈറ്റിൻ്റെ വെലോസിറ്റി മാറും, വേവ് ലെങ്ത് മാറും, ബട്ട് ഫ്രീക്വൻസി മാറില്ല. അതൊന്ന് ഓർത്ത് വെച്ചോണം. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N = C/V ആണ്. അപ്പോൾ N21 = V1/V2. ഓക്കെ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എന്നുള്ളതായിരിക്കണം മേലെയാണത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എന്നാണ്. അപ്പോൾ V1/V2. N12 = V2/V1 അറിയാം. N21 = 1/N12. ഇതൊക്കെ അറിയണം. ഓക്കെ. പിന്നെ നമുക്ക് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കഴിഞ്ഞ് അടുത്തതിലേക്ക് വരുന്ന സമയത്ത് റിഫ്രാക്ഷൻ ത്രൂ എ പാരലൽ സൈഡഡ് ഗ്ലാസ് സ്ലാബ്. ഇപ്പം ഒരു റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് ആണെങ്കിൽ ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും പാരലായിരിക്കും, പക്ഷേ ലാറ്ററൽ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് അപ്പാരൻ്റ് ഡെപ്ത് ആൻഡ് റിയൽ ഡെപ്ത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ റെയറർ മീഡിയത്തിൽ നിന്നുകൊണ്ട് ഡെൻസർ മീഡിയത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം 1/n ടൈംസ് ആവും. അപ്പാരൻ്റ് ഡെപ്ത് എന്താവും? റിയൽ ഡെപ്ത് D ആണെങ്കിൽ അപ്പാരൻ്റ് ഡെപ്ത് D/n ആവും. ഓക്കെ. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും 1/n ടൈംസ് ആവുമെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഡെൻസറിൽ നിന്നും റെയറിലേക്ക് നോക്കുന്ന സമയത്ത് n ടൈംസ് ആവും. ഓക്കെ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫിഷ് നമ്മൾ മേലേക്ക് നോക്കുന്ന സമയത്ത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സാധനം, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ബോഡി ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറയുന്നത് എന്താവും? NG ആവും. ഡെപ്ത് ഹൈറ്റ് ഒരാളുടെ ഹൈറ്റ് H ആണെങ്കിൽ അത് NH ആയിട്ടാണ് ഫിഷിന് തോന്നുക. ഓക്കെ. അതെല്ലാം ഒന്ന് നോക്കിയേക്കണം. പിന്നെ അപ്പാരൻ്റ് ഡെപ്തും റിയൽ ഡെപ്തും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അപ്പാരൻ്റ് ഷിഫ്റ്റ് എന്ന് വിളിക്കുക. അത് ഇക്വേഷൻ നോക്കി പഠിച്ചിരിക്കണം. ഓക്കെ. അതിനുശേഷം നമുക്ക് വരുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ, പിന്നെ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ. ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ കേസിൽ വരുമ്പോൾ ഇക്വേഷൻ പഠിച്ചിരിക്കണം. N = 1/sin C. N എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയ ആണ്. ഓക്കെ. അപ്പോൾ എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അറിയാം, ഡെൻസറിന്ന് റെയറിലേക്ക് പോകുമ്പോൾ ഒരു ഡെൻസറിന്ന് റെയറിലേക്ക് പോകുന്ന സമയത്ത് റെയറർ മീഡിയത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന സമയത്ത് എന്താണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം, ദാറ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ. പിന്നെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ക്രിട്ടിക്കൽ ആംഗിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ ഏറ്റവും കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഡയമണ്ടിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹയർ. അപ്പോൾ ഡയമണ്ടിന് ക്രിട്ടിക്കൽ ആംഗിൾ വളരെ കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് TIR നടക്കും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. കൂടുതൽ എന്താണെന്നൊന്നും പറയുന്നില്ല, അതെല്ലാം നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓർക്കേണ്ടത് ക്രിട്ടിക്കൽ ആംഗിൾ ഇപ്പോൾ വിബ്ജിയറിൽ വെച്ചാൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടല്ലോ, വയലറ്റ്, ഇൻഡിക്കോ, ബ്ലൂ, അങ്ങനെ പോകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് വയലറ്റിനാണ് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിക്രീസിങ് ഓർഡറാണ് വരുന്നത്. വയലറ്റിന് ഏറ്റവും കൂടുതൽ, റെഡിന് ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്. ഓക്കെ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ഏറ്റവും കുറവ് ഏതിനായിരിക്കും? വയലറ്റിനായിരിക്കും. ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? റെഡിനായിരിക്കും. ക്ലിയർ? അപ്പോൾ അത് പഠിച്ചിരിക്കണം. പിന്നെ ചോദിക്കും, ക്രിട്ടിക്കൽ ആംഗിൾ കളറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഇപ്പോൾ പഠിച്ചത് കേട്ടോ. വേവ് ലെങ്ത് കൂടുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ വേവ് ലെങ്ത് ക്രിട്ടിക്കൽ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു λ² എന്ന A+B/λ കോഷീസ് ഇക്വേഷൻ. അതിപ്പോൾ നമുക്ക് പഠിക്കാനില്ല, എങ്കിലും ഇതൊന്നും അറിഞ്ഞിരിക്കുക. റെഡിന് റിഫ്രാക്റ്റീവ്നെസ് കുറവാണ്. റിഫ്രാക്റ്റീവ്നെസ് കുറയുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ കൂടും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ N is proportional to λ². ദാറ്റ് മീൻസ് ലാംഡ എന്ന് എടുത്താലും മതി. അപ്പോൾ λ is proportional to 1/n. ഓക്കെ. അപ്പോൾ N is proportional to 1/c. N കൂടുമ്പോൾ C
കുറയുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു സി ആണെന്ന്. ദാറ്റ് മീൻസ് ഇവിടെ വിബ്ജിയറിൽ ക്രിട്ടിക്കൽ ആംഗിൾ ഏറ്റവും കൂടുതൽ വരുന്നത് റെഡിനാണ്, ഏറ്റവും കുറവ് വരുന്നത് വയലറ്റിനാണ്. ഓക്കെ, യെസ്, അതൊന്ന് പഠിച്ചിരിക്കണം. പിന്നെ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ കേസിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫിഷ് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഒരു സർക്കുലർ പാച്ച് ആകാണ്, നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിളാണ്. പിന്നെ TR നടന്നിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു സർക്കുലർ പാച്ച് കാണും. ഇതിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. NCERTയിലെ ഒരു ബാക്കിൽ എക്സസൈസും ആണ്. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് പഠിക്കേണ്ടാത്ത ഇക്വേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ നോട്ടിലുണ്ട്, പഠിച്ചിരിക്കണം. D ഡെപ്ത് ബിലോ ആണെങ്കിൽ റേഡിയസിൻ്റെ ഇക്വേഷൻ ഈ സർക്കുലർ പാച്ച് മനസ്സിലായോ നിങ്ങൾ? ഒരു പൂളിൽ അടിയിൽ ഒരു ബൾബ് ഉണ്ടെങ്കിൽ മുകളിലൊരു വട്ടത്തിലൊരു ലൈറ്റ് ആകാണ്. ഓക്കെ, ആ വട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ സർക്കുലർ പാച്ച്, ലൈറ്റിൻ്റെ സർക്കുലർ പാച്ചിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ R = D ഡെപ്ത് ബൈ √n²-1. ഈ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n എന്ന് പറയുന്നത്. ഓക്കെ, അത് അവിടെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ഈസ് ഡ്യൂ ടു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. പിന്നെ നമ്മുടെ ഒപ്റ്റിക് ഫൈബർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. ഒപ്റ്റിക് ഫൈബറിൻ്റെ ആപ്ലിക്കേഷൻ അതാണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. പിന്നെ മിറാഷ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. പിന്നെ അത്രയും കാര്യങ്ങളാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ n = 1/sin c എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ, ഇപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് ഇതൊരു ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം, ഒരു മീഡിയത്തിൽ നിന്ന് റേ പോകുന്ന സമയത്ത് സെക്കൻഡ് മീഡിയത്തിൻ്റെ മീഡിയ ഇൻ്റർഫേസിൽ റിഫ്രാക്റ്റഡ് റേസ് പാരലൽ ടു ദ മീഡിയ ഇൻ്റർഫേസ് എന്നൊക്കെ പറയുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഗ്രേസസ് ദി മീഡിയ ഇൻ്റർഫേസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. ദെൻ ഇനി അതിനകത്തേക്ക് അടുത്ത പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പ്രിസമാണ്. അതിന് മുമ്പേ ടോട്ടൽ റിഫ്ലക്ഷൻ പ്രിസം എന്നുള്ള സാധനം ഉണ്ട്, ഇതൊന്ന് പഠിച്ചിരിക്കണേ. ഇത് 45, ഇത് 45, ഇത് 90. ഇതാണ് ടോട്ടൽ റിഫ്ലക്ഷൻ പ്രിസം. ഇതിനകത്ത് ഒരു ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ് വരിക. അതുകൊണ്ട് തന്നെ 42 ഡിഗ്രിയാണ് വരിക. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ ഇപ്പോൾ എന്താ, ഒരു റേ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ ഈ രീതിയിലല്ല, ഇതാ ഇങ്ങനെ വെക്കുകയെന്ന് വെച്ചോളൂ. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് 45 ആണ്. അപ്പോൾ ഇത് 45 വരെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താവും, 45 ആവും. അപ്പോൾ TR നടക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ പ്രിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഡെറിവേഷൻ എല്ലാവരും പഠിച്ചിരിക്കണേ. എന്താ, ഒബ്റ്റെയിൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് പ്രിസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഡെറിവേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇത് വെച്ചിട്ടുള്ള ഇങ്ങനെ വെച്ചിട്ട്, ഓക്കെ, I1 R1, ഇതെന്താ R2, ഇതെന്താ I2, ഇതെന്താ ആംഗിൾ ഓഫ് പ്രിസം. ആംഗിൾ ഓഫ് പ്രിസം, റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് വെച്ചാൽ A ആണ്, ആംഗിൾ ഓഫ് പ്രിസം ആണ്. ഐസോസിലസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി. ഇത് ഐസോസിലസ് ആണ്, ഇങ്ങനെയാണ് 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ പിന്നെ ഒരു കാര്യം കൂടെ, ഈ ക്യാപിറ്റൽ ഇതിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഫൈൻഡ് ചെയ്യും. ആ ഡെറിവേഷൻ നിർബന്ധമായിട്ടും നല്ല നീറ്റായിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ ഇടയിൽ വരുന്ന 1-2 ഇക്വേഷൻസും പഠിക്കണം. R1 + R2 = A ആയിരിക്കും എല്ലാ പ്രശ്നത്തിലും. ഇതാ ഈ R1ഉം ഈ R2ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ A കിട്ടും, പഠിച്ചിരിക്കണം. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് പ്രിസം എന്ന് വെച്ചാൽ sin D+A/2 / sin A/2 ആണ്. sin A/2. A നിങ്ങൾക്കറിയാം, A എന്താ, റിഫ്രാക്റ്റീവ് ആംഗിൾ ഓഫ് പ്രിസം. D എന്താ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. പിന്നെ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്താ, I1 + I2 - A ആണ്. ഇതൊക്കെ ഈ ഡെറിവേഷൻ ഇടയിൽ വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യമുണ്ട്, പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ പ്രിസത്തിൻ്റെ അതവിടെ കഴിഞ്ഞു. പിന്നെ ഈ പ്രിസത്തിൽ പ്രോബ്ലം വരും ഇങ്ങനെ. ഇത് പ്രിസമാണ്, ഐസോസിലസോ എന്തോ ആയിക്കോട്ടെ, ഒരു പ്രിസം ചിലപ്പോൾ ഏതൊരു നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൽ ഇങ്ങനെ ഒരു റേ ഹിറ്റ് ചെയ്തു എന്ന് പറയും. ഇതാ ഇങ്ങനെ കണ്ടോ, ഇത് നോക്കൂ നിങ്ങൾ. ഇതാ നോർമലായിട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I1ഉം R1ഉം 0 ആയിരിക്കും. I1 R1 0 ആയിരിക്കും. പിന്നെ ഇവിടെ എന്ത് സംഭവിക്കും, ഇങ്ങനെ, ഇതെന്താ R2, ഇതെന്താ I2. ഓക്കെ, ഇതിൻ്റെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ R1 + R2 = A എന്നല്ലേ. അപ്പോൾ R1 0 ആയതുകൊണ്ട് R2 = A. ഇത് ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്നതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ കീ എന്ന് വെച്ചാൽ R2 = A. ഇതേപോലെ തന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാ ഇങ്ങനെ തന്നെ വരും.
എന്നിട്ട് പറയും ഈ ഭാഗം സിൽവർ ചെയ്തു എന്ന്, കണ്ണാടിയാക്കി, മിററാക്കി. അപ്പം എന്താ സംഭവിക്കാമെന്നോ? എന്നിട്ട് ഇവിടുന്ന് റീട്രേസ് ചെയ്തു ഇങ്ങനെ പോയിട്ട് ഇതാ ഒരു റേ ഇങ്ങനെ പോയി ഇങ്ങനെയൊക്കെ പറയാം, ഇത് I1 ആണ്, ഇത് R1 ആണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തു. ഇപ്പോൾ I2 = R2 = 0 ആയിരിക്കും. I2 R2 ഒക്കെ 0 ആയിരിക്കും. ഇവിടുത്തെ കീ എന്താ? R1 = A. യെസ്, ഇതുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ടതൊക്കെ കാണാൻ പറ്റും. ഇതറിഞ്ഞിരിക്കണം, വിടരുത്, പഠിച്ചേക്കണം കേട്ടോ. വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ ആ 5 മാർക്ക് ക്വസ്റ്റ്യനിൽ പ്രസത്തിൻ്റെ ഡെറിവേഷൻ വന്നിട്ട് അതിൻ്റെ വാല്യൂ പോലെ ബി പാർട്ടായിട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ആ പ്രസത്തിൻ്റെ കാര്യം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് വരുന്നത് റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസ്. സ്പെറിക്കൽ സർഫസിൻ്റെ ഇക്വേഷൻ N2. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇമേജിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഒബ്ജക്റ്റിൻ്റെ ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇമേജിൻ്റെ മൈനസ് ഒബ്ജക്റ്റിൻ്റെ ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതാണ് ഇക്വേഷൻ വരിക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പഠിക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞ പോലെ പഠിക്കണം. ഇമേജിൻ്റെത് ബൈ, കാരണം N1 ചിലപ്പോൾ ഇമേജ് ഉണ്ടാവും, അപ്പോൾ അങ്ങനെ കേട്ടോ. ഓക്കെ, പിന്നെ അതിനകത്ത് വിർച്വൽ ഒബ്ജക്റ്റിൻ്റെതും വിർച്വൽ ഇമേജിൻ്റെതും ഒന്ന് നോക്കിയേക്കണം. ഓക്കെ, കഴിഞ്ഞു. പിന്നീടാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞ റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ കുറച്ച് ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ. ഇക്വേഷൻ വെച്ചിട്ടുള്ളത് സ്പെറിക്കൽ സർഫസിൻ്റെ ഡെറിവേഷൻ. പിന്നീട് വരുന്നതാണ്, അതിനോടൊപ്പം വരുന്നതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അറിയാൻ നിങ്ങൾക്ക് 1/f = റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് വിത്ത് റെസ്പെക്ട് ടു മീഡിയം -1 × 1/R1 - 1/R2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. പിന്നെ ഉള്ളതാണ് തിൻ ലെൻസ് ഫോർമുല. 1/f = 1/v - 1/. ഇതാണ് തിൻ ലെൻസ് ഫോർമുല എന്ന് പറയും, അല്ലെങ്കിൽ ലെൻസിഫിക്കേഷൻ ഡിസ്റ്റൻസ് ഫോർമുല ഫോർ എ ലെൻസ്. ഇതാണ്. അപ്പോൾ ഇതും പഠിച്ചിരിക്കണം. മാഗ്നിഫിക്കേഷൻ ഓഫ് ലെൻസും അറിയണം, V/U. ഓക്കെ, ഇത്രയും ഇക്വേഷൻസേ ഉള്ളൂ. ബട്ട് ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾ, ഇവിടെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുമ്പോൾ ഫോക്കൽ ലെങ്ത് മാറും കേട്ടോ. ഒരു ലെൻസ് അതിനേക്കാൾ, ഇപ്പം എക്സാമ്പിളായിട്ട് പറയാം, ലെൻസ് എയറിൽ വെക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗ്ലാസിൻ്റെ ലെൻസ്, നമ്മളെ സാധാരണ ഗ്ലാസ് ലെൻസ് ഒരു എയറിൽ വെക്കുമ്പോൾ അതിൻ്റെ ലെൻസിൻ്റെത് ഗ്ലാസ്, മീഡിയത്തിൻ്റെത് എയർ. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പോൾ നോർമലി ഒരു കോൺവെക്സ് ലെൻസ് അതിൻ്റെ റിയൽ ക്യാരക്ടർ കൺവേർജിങ് അത് കാണിക്കണമെങ്കിൽ അത് റെയറർ മീഡിയത്തിൽ വെക്കണം. കോൺവെക്സ് ലെൻസും അതുപോലെ തന്നെ, കോൺകേവ് ലെൻസും അതുപോലെ തന്നെ. അതിൻ്റെ കോൺകേവ് ലെൻസിൻ്റെ റിയൽ ക്യാരക്ടർ ഡൈവേർജിങ് അത് ആ ഒരു ക്യാരക്ടർ കാണിക്കണമെങ്കിൽ അത് റെയറർ മീഡിയത്തിൽ വെക്കണം. ഓക്കെ, എന്നാൽ ശ്രദ്ധിച്ചോണേ, ഈ പറയാൻ പോകുന്നത് ഒരു ലെൻസ് റെയറർ മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ ക്യാരക്ടർ കാണിക്കും. കോൺവെക്സ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ കോൺവെക്സ് കൺവേർജിങ് ആയിട്ട് ആക്ട് ചെയ്യും, കോൺകേവ് ഡൈവേർജിങ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഒരു ലെൻസ് അതിനേക്കാൾ ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിവേഴ്സസ് ഇറ്റ്സ് ആക്ഷൻ. ദാറ്റ് ഈസ് കോൺവെക്സ് ലെൻസ് അതിനേക്കാൾ ഡെൻസറായ മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ മാറും. കൺവേർജിങ് ലെൻസ് എന്നുള്ളത് ഡൈവേർജിങ് ലെൻസായി മാറും. ദാറ്റ് ഈസ് കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസായിട്ട് മാറും, കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസായിട്ട് മാറും. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ രണ്ടും സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സുള്ള മീഡിയത്തിൽ വെച്ചാലോ ലെൻസ് ഡിസപ്പിയേഴ്സ്. ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അപ്പോൾ സെയിം മീഡിയത്തിൽ ഒരു ലെൻസ് ഉണ്ട്, ആ ലെൻസ് ഞാനൊരു ലിക്വിഡിൽ ഇട്ടപ്പോൾ ആ ലെൻസ് ഡിസപ്പിയർ ആയി. വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസിൻ്റെ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ സൈൻ കൺവെൻഷൻ ഒന്നും തെറ്റിക്കരുത്, അത് ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ലെൻസ്, ഈ ലെൻസ് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് F ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെത് F, ഇതിൻ്റെത് F, ഇതിൻ്റെത് F, ഇതിൻ്റെത് F, ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് പീസാക്കി മാറ്റുമ്പോൾ ഇതിൻ്റെത് 2F, ഇതിൻ്റെത് 2F. അപ്പോൾ പവർ ഓഫ് ലെൻസ് നിങ്ങൾക്കറിയാം 1/f എന്നാണ് പവർ ഓഫ് ലെൻസ്. അപ്പോൾ ഇതെന്താവും? ഇത് പവർ പകുതിയാവും, പവർ P/2 ആവും കേട്ടോ. അപ്പോൾ പവറിന് വരുന്ന മാറ്റവും ലെൻസിന് വരുന്ന മാറ്റവും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. യെസ്. പിന്നെ എയറിൽ വെച്ചപ്പോൾ ഉള്ള ഫോക്കൽ ലെങ്ത് ലെൻസ് വിത്ത് റെസ്പെക്ട് ടു മീഡിയം -1 ഇതാണ് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, ഇത് വെച്ചൊരു പ്രോബ്ലം വരാം. എന്തെന്ന്, ഒരു ലെൻസിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വേറൊരു ലിക്വിഡിൽ ഇട്ടപ്പോൾ അതിൻ്റെ ന്യൂ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എയറിൽ വെച്ചപ്പോൾ ഇത് എയർ ആവും, മീഡിയം എന്താവും, എയർ ആവും.
ഓക്കെ. ഇനി 1/f ഇൻ മീഡിയം പറയുമ്പോൾ ഏതാ മീഡിയം നമുക്കറിയില്ല. അപ്പോൾ ഫൈൻഡ് ഓഫ് ലെൻസ് വിത്ത് റെസ്പെക്ട് ടു മീഡിയം -1 ഇൻറ്റു 1/r1 - 1/r2 എന്ന് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇക്വേഷൻ 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഇതും കട്ടായി പോകും. അപ്പോൾ ഇതെന്താ, എഫ് ഇൻ മീഡിയം ആണ് മേലെ വരിക അല്ലേ, ഇത് ചെയ്യുമ്പോൾ പിന്നെ എയർ അടിയിലും. അപ്പോൾ എന്താ, NLA -1 NLM -1 ഇങ്ങനെ വരും. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം കൂടെ, ഒരു സ്റ്റെപ്പും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. എഫ് ഇൻ മീഡിയം ഈക്വൽ ടു എന്താ, എഫ് ഇൻ ലെൻസ് റിഫ്രാക്റ്റീവ്നെസ് ഓഫ് ലെൻസ് വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് വെച്ചാൽ എയറിൻ്റെത് എപ്പോഴും 1 ആണെന്നുള്ളത് മനസ്സിലാക്കണേ. ഡിവൈഡ് ബൈ ഇതെന്താ, ലെൻസിൻ്റെത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ്നെസ് ഓഫ് മീഡിയം -1 ഇൻറ്റു എന്താ, എഫ് ഇൻ എയർ. ഇതാണ് വരിക ഉണ്ടോ, ചേഞ്ച് ഇൻ ഫോക്കൽ ലെങ്ത് ഇൻ എ മീഡിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ലെൻസിൻ്റെ തരും, മീഡിയത്തിൻ്റെ തരും കേട്ടോ. അപ്പോൾ ഇവിടെ മീഡിയത്തിൻ്റെ ഒന്നും കൊടുത്തേക്കല്ലേ, ഇതാ NL/NM. അപ്പോൾ ഈ ഇക്വേഷനാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, MCQയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ വാട്ടറിലിട്ടു എന്ന് പറഞ്ഞാലേ നിങ്ങൾ ചെയ്യണ്ട, ഞാൻ തരാം. ഇതാ വെള്ളത്തിലിട്ടാൽ ഫോക്കൽ ലെന്ത് 10 ആണെങ്കിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതാവും 40 ആവും, 40 ആവും, 4 ടൈംസ് ആവും. അത് നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അത് ഇപ്പോൾ ചിലപ്പോൾ 4 ടൈംസ് ആവും. ചേഞ്ചാണ് ചോദിക്കുക. ചേഞ്ച് എത്രയാണ്, 3F. ആദ്യത്തെ F ആണ്, വാട്ടറിലിട്ടു, അപ്പോൾ ചേഞ്ച് 3F കേട്ടോ. ടോട്ടൽ എത്രയാണ്, 4F. ഓക്കെ. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. യെസ്. ഇനി 2 ലെൻസ് ഇങ്ങനെ അടുത്തടുത്ത് വെച്ചു, ലെൻസസ് ഇൻ കോണ്ടാക്ട്. അപ്പോൾ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് നിങ്ങൾക്ക് അറിയാം, 2 ആണെങ്കിൽ F1 F2/F1 + F2. ഓക്കെ, ഇങ്ങനെ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ 1/f ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും, 1/F1 + 1/F2 അങ്ങനെ പോകും. പവറാണ് P1 + P2 വരും. ഓക്കെ. പിന്നെ ഒന്ന് കോൺവെക്സും ഒന്ന് കോൺകേവും എപ്പോഴുള്ള ക്വസ്റ്റിനാണ്. ഇത് F1 എന്ന് പറയുന്നത് F ആണ്, ഇത് F2 എന്ന് പറയുന്നത് -F എടുക്കണം. അപ്പോൾ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, F × F² കിട്ടും. മൈനസ് അല്ലേ, സോറി, ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F × F -F. അപ്പോൾ F + F 0 ആവും. അപ്പോൾ എന്താവും, ഇൻഫിനിറ്റി ആവും. ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആവും, പവർ എന്താവും, 0 ആവും. കണ്ടോ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്, ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. യെസ്. അപ്പോൾ ലെൻസിൻ്റെ കാര്യങ്ങളാണത്. ഇനി നമുക്ക് വേറൊരു കാര്യം, ഇതിൻ്റെ കോമ്പിനേഷനിൽ വിർച്വൽ ഒബ്ജക്റ്റിൻ്റെത് ലെൻസിൻ്റെ ഞാനത് നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ലെൻസൊക്കെ വെച്ചിട്ടുള്ള 3 ലെൻസ് വെച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെ കോമ്പിനേഷനൊക്കെ ഉണ്ട്. NCERTയിൽ ഒരു എക്സസൈസാണ്, ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയേക്കണം. നമ്മുടെ ചാനലിലുണ്ട്, നോക്കിയേക്കണം കേട്ടോ. വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്ന കേസ്, ഇതിൻ്റെ ഇമേജ് ഇതിന് വിർച്വൽ ഒബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്ത് പോവുക. ഓക്കെ, അതോ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നാണ്, ഇതൊരു കോൺവെക്സ് ലെൻസാണ്. ഇവിടെ ഒരു കണ്ണാടി വെച്ചു, പ്ലെയിൻ മിറർ വെച്ചു. ഓക്കെ. എന്നിട്ട് ഇവിടെ ഒരു ഓബ്ജക്റ്റ് വെച്ചു. അപ്പോൾ ഒരു റേ ഇവിടെ വന്നിട്ട് ഇതിലേക്ക് പോയി ഹിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റിട്രേസ് ചെയ്യും. ഒരു മിററിലേക്ക് നോർമലായിട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്രേസ് ചെയ്തിട്ട് ഇവിടെ തന്നെ വന്ന് നിൽക്കും. ഓബ്ജക്റ്റും ഇമേജ് ഒരേ പോയിന്റിൽ തന്നെ. ഇപ്പം നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുന്ന് പാരലായിട്ട് ഇങ്ങനെ റീട്രേസ് ചെയ്താൽ അവിടെ തന്നെ തിരിച്ചെത്തുള്ളൂ. അങ്ങനെ നിങ്ങളോട് പറയും, ഈ ഡിസ്റ്റൻസ് തരും, ഇപ്പം 20 സെൻറ്റിമീറ്റർ എന്നൊക്കെ തരും. ഓക്കെ. എന്നിട്ട് ചോദിക്കും, വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് എന്ന്. ഒരു ലെൻസ്, അതിൽ നിന്നും റിഫ്രാക്റ്റഡ് റേ പാരലായിട്ട് പോകണമെങ്കിൽ ഫോക്കസിൽ വെക്കണം. ഫോക്കസാണ് ഇത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്രയാണ്, 20. ഓക്കെ. ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നാളെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ NCERTയിലെ ബാക്ക് എക്സസൈസാണ്. എന്താണെന്നോ, ഒരു മിറർ ഏറ്റവും ലാസ്റ്റ്, നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ ലാസ്റ്റ് എക്സസൈസ് ലിക്വിഡ് ലെൻസ് മറ്റുള്ള ഒരു പോർഷനാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഇങ്ങനെയാണ്, ഒരു പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ. വാല്യൂസ് ഒന്നും ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കോൺസെപ്റ്റ് ഇതാണ്. എന്നിട്ട് പറയാണ്, ഇവിടെ വെള്ളമുണ്ട്, വെള്ളമല്ല ലിക്വിഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഓബ്ജക്റ്റ് വെച്ചു. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ വന്നിട്ട് റീട്രേസ് നിങ്ങളോട് പറയുകയാണ്, ഈ ഓബ്ജക്റ്റും ഇവിടെ ഇമേജും അവിടെ തന്നെ. അങ്ങനെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ശ്രദ്ധിക്കണേ, ഒരു കോൺവെക്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇത് കണ്ടോ, ഈ വെള്ളത്തിൽ ഇത് ഇങ്ങനെ നിൽക്കുക.
അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പ്ലാനോ കോൺകേവ് ലെൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ലെൻസിൻ്റെ കൂടെ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും ഇത് കേട്ടോ. അത് എത്ര 45 സെൻറ്റിമീറ്ററോ അങ്ങനെ എന്തോ ആണ് ആ ക്വസ്റ്റ്യൻ, നിങ്ങൾ നോക്കിയേക്കണം. ഓക്കെ, അങ്ങനെ തന്നിരിക്കുക. ഇതിൻ്റെ കോമ്പിനേഷൻ്റെ ദാറ്റ് ഈസ് ഇതിൻ്റെത് F1 ആണെന്ന് വെച്ചോളൂ. ഈ പ്ലാനോ കോൺവെക്സ് F2 അങ്ങനെയാകുമ്പോൾ F ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു F2 ഡിവൈഡ് ബൈ F1 പ്ലസ് F2. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയാണ് ഈ വെള്ളം എടുത്തു മാറ്റി, വെള്ളം ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോഴും ഇങ്ങനെ തന്നെ വെള്ളം എടുത്ത് മാറ്റിയ ലെൻസ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് പറയുന്നുണ്ട് ഓബ്ജക്റ്റ് വെച്ചപ്പോൾ ഇതും അങ്ങനെ തന്നെ റീട്രേസ് ചെയ്തു. അപ്പോൾ എത്ര 30യോ അങ്ങനെ എന്തോ പറഞ്ഞത് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ലെൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ F1 ആണ് 30 എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് F2 കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ F2 കാണാൻ പറ്റും. പിന്നെ ആ ക്വസ്റ്റ്യൻ 3 മാർക്സിനാണ് ചോദിക്കുക കേട്ടോ. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്. ഓക്കെ, അപ്പോൾ എന്താ 1/F2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ് വിത്ത് റെസ്പെക്ട് ടു -1 ഇൻറ്റു 1/R1 ഇക്വ കോൺവെക്സ് ലെൻസ് ആണ് ഇത്. 1/R1 മൈനസ് ഇത് പ്ലാനല്ലേ 1/∞. അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഇൻഫിനിറ്റിയാണ് വരിക. അതെന്തുകൊണ്ടാണ് ഇൻഫിനിറ്റി വന്നത്? ഒരു സൈഡ് ഇങ്ങനെയാണ്, ഇത് റേഡിയസ് ഉണ്ട്. ഇതെന്താ പ്ലെയിൻ ആകുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റിയാണ് വരിക. അപ്പോൾ ഇതിങ്ങനെ 0 ആവും. അപ്പോൾ ഈ 6 എങ്ങനെ കാണും? ഈ 6 കാണുക ഇതിൻ്റെ അകത്തുനിന്ന് കേട്ടോ. 6 F2 നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കിട്ടും. പിന്നെ ഇതാ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 6 എങ്ങനെ കാണും? ഇതാ 1/F1 ഈക്വൽ ടു റിഫ്രാക്റ്റീവ്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് തന്നിട്ടുണ്ട്. കുറച്ച് പണിയാണ് കേട്ടോ, 3 മാർക്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് തന്നിട്ടുണ്ടോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 6 കണ്ടിട്ട് ആ 6 തന്നെയാണ് ഇതിനും. റേഡിയസ് ഓഫ് കർവേച്ചർ ഈ ലെൻസ് ഇങ്ങനെ പോയി നിൽക്കുക, ഏത് കോൺവെക്സ് ലെൻസ്. അപ്പോൾ രണ്ടിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആയിരിക്കും കേട്ടോ. കുറച്ച് ടഫാണ്, എന്നാലും നോക്കിയേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്സിന് നാളത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. അപ്പോൾ ലെൻസിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് വരുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസാണ്. അപ്പോൾ അത് നിങ്ങൾ റേ ഡയഗ്രാംസ്, അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, റേ ഡയഗ്രാംസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഇമേജസ്, സിമ്പിൾ കോൺവെക്സ് ലെൻസ് ആണ് ഷോർട്ട് ഫോക്കൽ ലെങ്ത് ഉള്ളത്. അതിൻ്റെ ഇമേജ് ഇൻഫിനിറ്റിയിൽ വരുന്ന കേസാണെങ്കിൽ D/F, ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ ക്യാപിറ്റൽ ഡിയിൽ വരുന്ന കേസാണെങ്കിൽ M = 1 + D/F മാഗ്നിഫൈയിങ് പവർ. ഡെറിവേഷൻസ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവസാന നിമിഷം നിങ്ങൾ നോക്കണ്ട കേട്ടോ. പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നോക്കിക്കോളൂ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വരാം. പിന്നെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 കോൺവെക്സ് ലെൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഇൻറ്റു മാഗ്നിഫിക്കേഷൻ ഓഫ് ഐപീസ് ലെൻസ് ആണ് പഠിച്ചിരിക്കണം. പിന്നെ അതിൻ്റെ 2 കേസും പഠിച്ചിരിക്കുക. പിന്നെ ടെലസ്കോപ്പ് നമുക്ക് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പേ ഉള്ളൂ, ടെറസ്ട്രിയൽ ഇല്ല. ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിൽ ഇമേജസ് ഫോർമഡ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ FO + FE ലെങ്ത് ആയിരിക്കും. FO + FE ട്യൂബ് ലെങ്ത് FO + FE. അപ്പോൾ ട്യൂബ് ലെങ്ത് ചിലപ്പോൾ തരും, FOയും തരും. എന്നിട്ട് പറയും മാഗ്നിഫിക്കേഷൻ കാണാൻ. മാഗ്നിഫിക്കേഷനിൽ -FO/FE അല്ലേ, FO തന്നിട്ടുണ്ടാവും, ഈ ലെങ്തും തന്നിട്ടുണ്ടാവും. അപ്പോൾ FE ഇതിനകത്ത് കണ്ടിട്ട് വേണം ഇതിനകത്ത് കൊടുക്കാൻ ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്. പിന്നെ കാസിഗ്രെയിൻ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്, കാസിഗ്രെയിൻ അത് മാത്രം, അത് പിക്ചർ ഒന്ന് പഠിച്ചു വെക്ക്. ഓക്കെ, യെസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി ഒന്ന് മനസ്സിലാക്കിയേക്കണം. ഈ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞ കേസസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അതിൽ കൂടുതൽ ഭയങ്കരമായിട്ടൊന്നും വരില്ല, പക്ഷേ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വേവ് ഒപ്റ്റിക്സിനകത്ത് നമുക്ക് ക്രിസ്റ്റ്യൻ ഹൈഗൻസ് വേവ് ഫ്രണ്ട് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിൻ്റെ കാര്യമൊക്കെ നോക്കിയേക്കണേ. ഒരു കോൺവെക്സ് ലെൻസിൽ റിഫ്രാക്റ്റഡ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാകുക വിത്ത് സെൻറ്റർ അറ്റ് ഇറ്റ്സ് ഫോക്കസ് എന്നൊക്കെ പഠിച്ചിരിക്കണം. കോൺവെക്സിൻ്റെ കോൺകേവിൻ്റെത് അങ്ങനെ തന്നെ ഈ 2 കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. പിന്നെ റിഫ്ലക്റ്റിംഗ് വേവ് ഫ്രണ്ട്.
പിന്നെ ഇതിനകത്ത് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ഡെറിവേഷനാണ് സ്നെൽസ് ലോ ബൈ യൂസിങ് ഹൈഗൻസ് വേവ് ഫ്രണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോ ഓഫ് റിഫ്ലക്ഷൻ്റെ പ്രൂഫും. ഓക്കെ. പിന്നെ ഈ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫ്രണ്ടിൻ്റെ പുറത്ത് എല്ലാ പോയിൻറ്റും സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലായിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും ഫേസ് ഡിഫറൻസ്, ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പാത്ത് ഡിഫറൻസും 0 ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് അടുത്ത പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇൻ്റർഫറൻസ് ആണ്. കൊഹറൻറ്റ് സോഴ്സസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊഹറൻറ്റ് സോഴ്സസ് സെയിം ഫ്രീക്വൻസി, സെയിം ടൈം പീരീഡ്, അതേമാതിരി സെയിം വേവ് ലെങ്ത്. ആംപ്ലിറ്റ്യൂഡ് സെയിം ആവണം എന്ന് നിർബന്ധമില്ല. ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റൻസിറ്റിയും സെയിം ആയാലും കുഴപ്പമില്ല, ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് എടുത്താൽ മതി? സെയിം ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ A1 A2 രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. അറിയാമല്ലോ, √(A1² + A2² + 2A1 A2 cos phi). ഇൻറ്റൻസിറ്റി ആണെങ്കിൽ I1 + I2 + 2 √I1 I2 cos phi. Phi ഈസ് ദി ഫേസ് ഡിഫറൻസ്. അപ്പോൾ Imax Iminimum ഒക്കെ അറിയണേ. Imax = എന്താ? √I1 + √I2 all² ഡിവൈഡഡ് Iminimum √I1 - √I2 all². ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, MCQ വരും. പിന്നെ ഇൻറ്റൻസിറ്റിയും വിഡ്ത്തും ഇതാ ഈ നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് W ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു വിഡ്ത്താ. അപ്പോൾ ഇൻറ്റൻസിറ്റി റേഷ്യോ വിഡ്ത്ത് റേഷ്യോ സെയിം ആയിരിക്കും കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിലോ A1/A2 all² ആയിരിക്കും. ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം, അത് പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് വരുന്നത് ഇൻറ്റൻസിറ്റി സെയിം ആണ്. ഇതെന്തായാലും വരും കേട്ടോ. ഇൻറ്റൻസിറ്റി സെയിം ആകുമ്പോൾ രണ്ട് ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഇൻറ്റൻസിറ്റി I0 ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? 4I0 cos square phi/2. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്ത് ഡിഫറൻസ് ലാംഡ ഒരു സ്ഥലത്ത്, അപ്പോൾ ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഇവിടെ പാത്ത് ഡിഫറൻസ് 2π റേഡിയൻ ഫേസ് ഡിഫറൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡയാണ്. അപ്പോൾ ലാംഡയ്ക്ക് കറസ്പോണ്ടുള്ള ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? 2π. ഇവിടെ കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ചിലപ്പോൾ λ/8 എന്നിട്ട് NCERT ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എന്താ 2π/8, അപ്പോൾ എത്രയാണ്? π/4. π/4 കേട്ടോ, π/4. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടാവും. നോക്കിയേക്കണേ, NCERT ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കിയേക്കണം. ഓക്കെ. പിന്നെയാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, YD എക്സ്പെരിമെൻറ്റ്. അതിനകത്ത് നമുക്ക് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ഇക്വേഷൻസ് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ, ഡെറിവേഷൻസ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രണ്ട് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ λd/d. ഓക്കെ, അപ്പോൾ ലാംഡ മാറുമ്പോൾ മാറുമേ. ഒരു എന്താ പറയുക, വിബ്ജിയറിൽ നിങ്ങൾക്കറിയാം ലാംഡ എങ്ങനെയാണെന്നുള്ളത്. വാലറ്റിന് പകരം റെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബീറ്റ കൂടും അല്ലേ? റെഡിന് ലാംഡ എന്താ? കൂടുതലാണ്. സ്മോൾ d ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ലിറ്റ് ആണ്. ക്യാപിറ്റൽ D സ്ലിറ്റ്സിൽ നിന്നും സ്ക്രീന് വരെയുള്ള ക്യാപിറ്റൽ D എന്ന് പറയുന്നത് സ്ലിറ്റുകളിൽ നിന്നും സ്ക്രീന് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, അറിയാം. ഈ YD എക്സ്പെരിമെൻറ്റ് അങ്ങനെ തന്നെ ഒരു മീഡിയത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്തു. അപ്പോൾ ബീറ്റയ്ക്ക് വരുന്ന മാറ്റം എന്താണെന്നോ? ഒരു β/n. n എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നാളത്തെ MCQ ക്വസ്റ്റ്യൻ കേട്ടോ, പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ ഈ ബീറ്റ ഓരോ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ബീറ്റയ്ക്ക് മാറ്റം വരും. ഓക്കെ, പഠിച്ചിരിക്കുക. പിന്നെ ഒരു സിംഗിൾ വേവ് ലെങ്തിന് പകരം വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിനകത്ത് എല്ലാ വേവ് ലെങ്തും വരും. അപ്പോൾ എന്താ സംഭവിക്കുക? വയലറ്റ് വരും, റെഡ് എല്ലാം വരും. എല്ലാം കൂടി വരുമ്പോൾ കുറേ ബീറ്റ വരും. അപ്പോൾ സെൻട്രലിൽ ബ്രൈറ്റ് ബാൻഡ് തന്നെ കിട്ടും. ബട്ട് ബാക്കിയുള്ള 1ഉം 2ഉം ഒക്കെ എന്താവും? ബാൻഡുകൾ കോയിൻസൈഡ് ചെയ്തിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടില്ല. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇവിടെ സെൻട്രലിൽ നിന്നും എന്ത് ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് മറക്കരുത്. nλd/d. ഇമ്പോർട്ടൻറ്റ്. എന്താ? സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ നിന്നും എന്ത് ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്? nλd/d. എന്ത് ഡാർക്ക് ബാൻഡിലേക്കുള്ളത്? 2n - 1 λd/2d. ഈ 2 മറന്നു പോകുന്നുണ്ട് പലരോടും, ശ്രദ്ധിച്ചോണം. 2d ഇമ്പോർട്ടൻ്റാ. ഓക്കെ, പിന്നെ കോയിൻസൈഡ് ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇത് ബാൻഡുകൾ ഇതാ, ഇത് സെൻട്രൽ ബാൻഡാ, ഇങ്ങനെ പോകും അല്ലേ? ബീറ്റ ചെറുതുള്ള ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ രണ്ടുപേരും കോയിൻസൈഡ് ചെയ്ത് വെച്ചോളൂ. രണ്ടുപേര് കോയിൻസൈഡ് ചെയ്തു. ഒരു വേവ് ലെങ്തും വേറൊരു വേവ് ലെങ്തും കോയിൻസൈഡ് ചെയ്തു. കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ടത് nλ = a കോൺസ്റ്റൻറ്റ് എന്നെടുക്കുക. ദാറ്റ് ഈസ് n1 λ1 = n2
ലാംഡ 2. ഓക്കെ, അതിൽ ഈ നമ്മൾ ബിഗ് വേവ് ലെങ്ത്, സ്മോൾ വേവ് ലെങ്തിൻ്റെ ഇവിടെ റെഡ് ചെറുതാന്ന് ചോദിച്ചോളൂ. സ്മോൾ വേവ് ലെങ്ത് ഉള്ളത് എൻ, ഇത് സ്മോൾ ആണെങ്കിൽ ഇതാ nth ബ്രൈറ്റ് ബാൻഡ് ഓഫ് സ്മോൾ വേവ് ലെങ്തും n-1 ബ്രൈറ്റ് ബാൻഡ് ഓഫ് ബിഗ് വേവ് ലെങ്തും ആണ് എന്ത് ചെയ്യുക, ഫസ്റ്റ് കോയിൻസൈഡ് ചെയ്യുക. സെൻട്രലിൽ നിന്ന് കോയിൻസൈഡ് ചെയ്യും. എന്നിട്ട് ആദ്യത്തെ കോയിൻസിഡൻസ് എവിടെയാണ് സംഭവിക്കുക, സ്മോൾ വേവ് ലെങ്തിൻ്റെ nth വേവ് ലെങ്തും ബിഗ് വേവ് ലെങ്തിൻ്റെ n-1 വേവ് ലെങ്തും തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ n ഇവിടുന്ന് കിട്ടും. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് കാണുന്ന എന്ത് ചെയ്താൽ മതി, n λd/d. സിമ്പിൾ. ഈ ലാംഡ ഏതിൻ്റെ കൊടുക്കണം, സ്മോൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഡിസ്റ്റൻസ് തന്നെ ഈ n-1 λd/d കൊടുക്കാം. ഇതെന്താ, ബിഗ് കൊടുക്കണം. സംഭവം പിടികിട്ടിയാ, അങ്ങനെയാണ് ചെയ്യാൻ. പിന്നെ ഇങ്ങനെ ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. n ലാംഡ ബിഗ് ആണെങ്കിൽ എന്താ, n+1 ലാംഡ സ്മോൾ. ഇങ്ങനെയും പഠിക്കാം. ബാൻഡുകൾ കോയിൻസൈഡ് ചെയ്യുന്ന കേസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ആംഗുലാർ വിഡ്ത്ത് ഓഫ് ഇന്റർഫറൻസ് ബാൻഡ് λ/സ്മോൾ d. ക്യാപിറ്റൽ D ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇൻ്റർഫറൻസ് ആക്ച്വലി അത്രയേ ഉള്ളൂ. ഇൻ്റർഫറൻസ് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം അതിനകത്ത് ചോദിക്കുന്ന എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്തേക്ക് വരുന്നതാണ് ഡിഫ്രാക്ഷൻ ആക്ച്വലി നിങ്ങൾക്ക് കാര്യമായിട്ട് അങ്ങനെ പഠിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ എന്തായാലും നോക്കിയിട്ടുണ്ടാവും. ഇപ്പം മാക്സിമയുടേതും മിനിമയുടേതും ഒക്കെ നോക്കുക. മിനിമയുടേത് ഇൻ്റർഫറൻസിലെ മാക്സിമയുടേതാ എന്താ, n ലാംഡയാണ്. മറ്റത് 2n-1 λ/2 അങ്ങനെ വരിക. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇവരുടെ ഡിഫ്രാക്ഷൻ കേവ് ഇങ്ങനെയാണ് അല്ലേ, ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കേവ്. ഇത് ലാസ്റ്റ് നമ്മുടെ നോട്ടിലുണ്ട്, കമ്പാരിസൺ, ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള കമ്പാരിസൺ. അതൊന്ന് നോക്കിയേക്കുക. ഓക്കെ, വേറെ ഒന്നും നമുക്ക് അത്ര ലാസ്റ്റ് നിമിഷം നോക്കേണ്ടതല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ വേവ് ഒപ്റ്റിക്സ്. ഓക്കെ, പ്രോബ്ലമാണ് വേവ് ഒപ്റ്റിക്സ് അധികവും ചോദിക്കുക. എന്ത്, YD എക്സ്പെരിമെൻ്റ് എന്ന് തീർച്ചയായും ചോദിച്ചിരിക്കും, നോക്കിയിരിക്കുക. ഇനി നമുക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻസ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് പ്രോബ്ലംസാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ഫോട്ടോണിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. എനർജി E=hc/λ. അപ്പോൾ അതേപോലെ hν ആണ്. പിന്നെ ഫോട്ടോൺ ക്വാണ്ടൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, എന്ന് വെച്ചാൽ എനർജിയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വർക്ക് ഫംഗ്ഷൻ അറിയാം, ∅0 hν, അല്ലെങ്കിൽ W0 hν0. ν0 എന്താ, ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇതൊക്കെ അറിയാം അല്ലേ. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൻ്റെ എല്ലാ ഗ്രാഫും പഠിച്ചിരിക്കണേ. എന്തൊക്കെയാണ് ഗ്രാഫ്? ഒന്ന് ഇൻറ്റൻസിറ്റി. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റി കൂടുകയെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. പിന്നെ ഉള്ളത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫ് വിത്ത് ഇങ്ങനെയാണ് വരിക ഗ്രാഫ്. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇങ്ങനെ വരും. ഇത് സാച്ചുറേഷൻ കറണ്ട് അല്ലേ, ഇതെന്താ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. പിന്നെ ഇൻറ്റൻസിറ്റി മാറ്റുകയാണെങ്കിലോ സാച്ചുറേഷൻ കറണ്ട് കൂടും. ഇൻറ്റൻസിറ്റി കൂട്ടുകയാണെങ്കിൽ സാച്ചുറേഷൻ കറണ്ട് കൂടും കേട്ടോ. ഇത് ഇൻറ്റൻസിറ്റി I2 I1 I3 I1 I2 ഗ്രേറ്റർ ആണ്, I3 ഗ്രേറ്റർ ആണ്, അങ്ങനെ വരും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ചേഞ്ച് ആവില്ല. ഇൻറ്റൻസിറ്റി മാറുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറില്ല. പിന്നെ രണ്ടാമത്തെ ഗ്രാഫും പഠിച്ചിരിക്കുക. വീണ്ടും ഞാൻ വരയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറിക്കൊണ്ടേയിരിക്കും. സാച്ചുറേഷൻ കറണ്ട് ഒറ്റൊന്നാണ്. ഏത്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആണെങ്കിൽ ഇൻറ്റൻസിറ്റി മാറ്റാണ്ട് ഫ്രീക്വൻസി മാത്രം മാറ്റിയാണ് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് പഠിച്ചിരിക്കണം. പിന്നെ ഉള്ളത് നമുക്ക് ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫ്, Kmax ഫ്രീക്വൻസി തമ്മിലുള്ള ഗ്രാഫ്, ഇതൊക്കെ നോട്ടിലുണ്ട്. ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഗ്രാഫെല്ലാം നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഗ്രാഫിനകത്ത് പ്രോബ്ലം ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നിർബന്ധമായിട്ടും എക്സാമ്പിളായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വേണമെങ്കിൽ ഒന്ന് നോക്കിയോ. പിന്നെ അതുപോലെ തന്നെ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, അത് നിർബന്ധമാണ്. എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് Kmax ഉണ്ടോ. അപ്പം പിന്നെ Kmax ഈക്വൽ ടു നിങ്ങൾക്കറിയാം V0 അല്ലെങ്കിൽ VS ആണ്. അപ്പോൾ അതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഇവിടെ hc/λ കൊടുക്കുകയും ഇത് hν കൊടുക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എല്ലാ ഡിഫറൻറ്റൽ ഫോംസും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഇത് ഗ്രാഫാണെങ്കിൽ ν0 വരുമ്പോഴേ ഇത് ചാടുള്ളൂ ഇലക്ട്രോൺ. പിന്നെ ആഫ്റ്റർ ദാറ്റ്
സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് ലീനിയർലി. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതാണ് y ഇൻ്റർസെപ്റ്റ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ y ഇൻ്റർസെപ്റ്റ് എന്താണെന്നും ഇതിൻ്റെ സ്ലോപ്പ് എന്താണെന്നൊക്കെ ചോദിക്കും. ഒക്കെ നോട്ടിലുണ്ട്, എന്നാലും പഠിച്ചിരിക്കണേ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ എനർജിയുടെ ഇക്വേഷൻ H0. നമുക്ക് ന്യൂ തമ്മിലുള്ള ഗ്രാഫല്ലേ വരയ്ക്കണ്ടേ? H0 = 50 + EVS എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ y = mx + c കൊടുക്കാൻ വേണ്ടി ഞാൻ EVS = ഇതവിടെ വെച്ചു, ഇതിങ്ങോട്ട് എടുത്തു H0 - 50. അപ്പോൾ VS = എന്താ വന്നേ? h/e ന്യൂ മൈനസ് 50/e എന്ന് വരും. കണ്ടോ? y = mx + c. ഇത് നോക്കൂ, ഇതാണ് y, ഇത് y അല്ലേ. ഇതെന്താ? എക്സ്, ഇത് എക്സ്. ഉണ്ടോ? എക്സ് ആക്സിൽ ഫ്രീക്വൻസിയാണ് ഇതിൽ. അപ്പോൾ സ്ലോപ്പ് m എന്ന് പറഞ്ഞാൽ h/e ആണ്. h/e ആണ് സ്ലോപ്പ്. ഉണ്ടോ? സ്ലോപ്പ് എന്താണെന്നൊക്കെ ചോദിക്കും. MCQ അടക്കം ചോദിക്കും h/e. കേട്ടോ? സ്ലോപ്പിനെ e കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ h കിട്ടും, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കിട്ടും. പിന്നെ ഇത് -50/e. y ഇൻ്റർസെപ്റ്റ് എന്താ? -50/e. ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെയും ഡിഫറെൻറ്റ് ഫോം ഉണ്ട്, ഇതൊക്കെ നമുക്ക് നോട്ടിലുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കിട്ടും. ഇനി നമുക്ക് വേവ് നേച്ചർ ഓഫ് മാറ്റർ ആണെങ്കിൽ നമുക്ക് പറയാനുള്ളത്, അതിൽ ഡി ബ്രോളീസ് ഇക്വേഷൻ. അത് നിങ്ങൾക്കറിയാം, λ = h/p, അതൊന്ന്. പിന്നെ λ = h/mv. ഓക്കെ. അപ്പോൾ λ = ഇത് ഫോട്ടോൺ ആണെങ്കിൽ h/mc ഇത് വരും. പിന്നെ λ = h/√. കൈനറ്റിക് എനർജിയുടെ ഫോമിലാണ് 2m കൈനറ്റിക് എനർജി എന്ന് വരും. ഓക്കെ. അപ്പോൾ അതൊക്കെ. പിന്നെയും ഉണ്ട് ഇക്വേഷൻസ്. നമുക്ക് ഡി ബ്രോളീസ് വേവിൽ നിന്ന് അസോസിയേറ്റഡ് വിത്ത് എ ചാർജ് വിത്ത് ഈസ് ആക്സിലേറ്റഡ് ബൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് v ആണെങ്കിൽ h/√2m qv എന്ന് പറയും. v വെലോസിറ്റി അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഇത്ര ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. അത്രേ ഉള്ളൂ ഇത് വേവ് നേച്ചർ. അപ്പോൾ ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഇങ്ങനെ വരും, ഇലക്ട്രോണിൻ്റെ അത് വരും Q ഒക്കെ കേട്ടോ. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഡ്യുവൽ നേച്ചറിൽ ഇത് വെച്ചിട്ട് പ്രോബ്ലമാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കിയേക്കണം. ഇനി മോഡേൺ ഫിസിക്സിലേക്ക് കയറാം. ദാറ്റ് ഈസ് ആറ്റംസും ന്യൂക്ലിയയും. ഈ ആറ്റത്തിലേക്ക് നമ്മൾ ആദ്യം കയറുമ്പോൾ നമുക്ക് റുദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് അത് അറിഞ്ഞിരിക്കണം. ആൽഫ പാർട്ടിക്കിൾ അറിയാമല്ലോ, ഹീലിയം ന്യൂക്ലിയസിന് ഈക്വലൻ്റ് ആണ്. മാസ് 4 times മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. ചാർജ് 2x the മാസ് ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ അല്ല, പ്രോട്ടോൺ. പോസിറ്റീവ് ചാർജാണ്, 2e വരും. അപ്പോൾ ഈ റുദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിനെ ഗേഗർ മാസ്ഡൻ എക്സ്പെരിമെൻ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതിനകത്ത് നിങ്ങൾ 2 കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന്, പിന്നെ നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ്, ആ ഇക്വേഷനും. ഓക്കെ. പിന്നെ വേറൊന്ന് ഇമ്പാക്റ്റ് പാരാമീറ്റർ ബീൻമെൻ്റൽ ഇക്വേഷൻ. അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. റെയറായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. യെസ്. അടുത്തതിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ബോറിൻ്റെ 3 പോസ്റ്റുലേറ്റ്സ്. ബോർ ഇക്വേഷൻ എന്നറിയപ്പെടുന്നത് ഇലക്ട്രോൺ കറങ്ങാൻ വേണ്ട, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാൻ വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെന്നാണ്. ഇതാണ് നമ്മുടെ ബോസ് ഇക്വേഷൻ എന്ന് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് h/2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, അത് പഠിച്ചിരിക്കണം. പിന്നെ ഇലക്ട്രോൺ, മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് എനർജി എമിഷൻ നടക്കുന്നത്. ദാറ്റ് ഈ സ്പെക്ട്രൽ ലൈൻസ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ടത് ബോർ റേഡിയസിൻ്റെ സ്റ്റേഷനറി ഓർബിറ്റിൻ്റെ റേഡിയസ്, വെലോസിറ്റി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. റേഡിയസിൻ്റെ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു n² എന്ന് വെച്ച് കഴിഞ്ഞാൽ n എന്ന പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ അല്ലെ, 1 2 3. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ ഒക്കെ തന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർബിറ്റിൻ്റെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതാ ഇങ്ങനെ 2/n1². ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അപ്പോൾ റേഡിയസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയോ? n² h²/4π² mkz അതാണ് ഇക്വേഷൻ. n² h²/4π mkz(d²). അപ്പോൾ അത് നിങ്ങൾ ഡെറിവേഷൻ റെയർ ആണ് ചോദിക്കുന്നത്. ലാസ്റ്റ് നിമിഷം അത് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കേണ്ട. പഠിച്ചതാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷനൊക്കെ പഠിക്കുക. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ, nth ഓർബിറ്റിലുള്ള എനർജിയുടെ ഇക്വേഷൻ -13.6/n² ഇലക്ട്രോൺ വോൾട്ട് ആണ് കേട്ടോ.
കൈനറ്റിക് എനർജിയോ nth ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി പ്ലസ്സാണ് വരിക. അത് ഒന്ന് മനസ്സിലാക്കണേ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്താ മൈനസ് ഓഫ് കൈനറ്റിക് എനർജിയാണ്. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ചെയ്തിരിക്കണം. പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മുടെ സ്പെക്ട്രൽ ലൈൻസാണ്. അത് നിങ്ങൾക്ക് അറിയാം. റിബർക്ക് ഇക്വേഷൻ 1/λ ഈസ് ഈക്വൽ ടു r × 1/nf² - 1/na². അതൊക്കെ ഒന്ന് വായിച്ചിട്ട് വെച്ചാൽ മതി. ഇനിയുള്ളത് ലാസ്റ്റ് ഇതിനകത്ത് ആറ്റംസിനകത്ത് എക്സൈറ്റേഷൻ എനർജി. ഫസ്റ്റ് എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർബിറ്റിൽ നിന്നും സെക്കൻഡിലേക്ക് ചാടാൻ വേണ്ട എനർജീനെയാണ് നമ്മൾ എന്താ പറയുക ഫസ്റ്റ് എക്സൈറ്റേഷൻ എനർജി എന്ന് വിളിക്കുക. സെക്കൻഡ് എക്സൈറ്റേഷൻ എനർജി എന്ന് വെച്ചാൽ 1-ൽ നിന്നും 3rd-ലേക്ക് ചാടാൻ വേണ്ടതാണ്. തേർഡ് എക്സൈറ്റേഷൻ എന്ന് വെച്ചാൽ 1-ൽ നിന്നും 4th-ലേക്കാണ്. അപ്പോൾ ജനറലായിട്ട് നമുക്കിങ്ങനെ പഠിക്കാം. 4th nth എക്സൈറ്റേഷൻ എനർജി ഈസ് ഈക്വൽ ടു എനർജി ഓഫ് n+1th ഓർബിറ്റ് മൈനസ് എനർജി ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്. -n ഫസ്റ്റ് ഓർബിറ്റാണ് എല്ലാ കേസിലും. 1 നിന്നാണ് ജമ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എക്സൈറ്റേഷൻ എനർജിയുടെ കാര്യം പിടികിട്ടി. അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അയണൈസേഷൻ എന്ന് വെച്ചാലോ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഇൻഫിനിറ്റിയിലേക്ക് ചാടാൻ വേണ്ടത്. അത് എത്രയാണ്? +13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ആറ്റംസ്. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേക്കണം. എന്നിട്ടൊന്ന് ഒന്ന് റെഡിയാക്കിയാൽ മതി. 2 PYQ നോക്കിയാൽ ഇതിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് ന്യൂക്ലിയയിൽ നമുക്ക് ആദ്യം തന്നെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ശ്രദ്ധിച്ചോണേ. നേരത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണെങ്കിൽ ഇത് ന്യൂക്ലിയസിൻ്റെ റേഡിയസാണ്. ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ r = r0a⁻³ എന്നാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റാണ്. r0 1.2 ഫെർമിയാണ്. ന്യൂക്ലിയസിൻ്റെ വളരെ റേഡിയസ് വളരെ ഫെർമിയോടല്ല വരിക 10⁻⁻15. പക്ഷേ മറ്റത് റേഡിയസ് എത്രയാണ്? ഇത് ഓർബിറ്റിൻ്റെ റേഡിയസ് ആങ്സ്ട്രത്തിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ r2/r1 = a2/a1 ⁻³ 1/3. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് കേട്ടോ. മാസ് നമ്പേഴ്സാണ് ഇത്. എ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ്. ഇനി അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ വോളിയം എങ്ങനെയാണ്? 4/3πr³ അത് ചെയ്യുമ്പോൾ ഈ 1/3 കട്ടായിട്ട് എ എന്ന് കിട്ടുക. വോളിയം ഓഫ് എനി ന്യൂക്ലിയസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പറാണ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം കേട്ടോ. ഓക്കെ, പിന്നെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ മാസ് നമ്പർ ഉണ്ടാവില്ല. ഡെൻസിറ്റി ഓഫ് എനി ന്യൂക്ലിയസ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ യൂണിവേഴ്സിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി സെയിമാണ്. അപ്പോൾ അത് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എന്ത് അസർഷൻ റീസണിൽ ഡെൻസിറ്റി ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ നമുക്ക് ന്യൂക്ലിയസിനകത്ത് വേണ്ടത് പിന്നെ മാസ് ഡിഫക്റ്റ്. അത് നിങ്ങൾക്കറിയാം അല്ലേ? Δm ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ മാസ് ഡിഫക്റ്റാണ് Δm ന്യൂക്ലിയോൺസിൻ്റെ ഇത് പിന്നെ ന്യൂക്ലിയസ് ടോട്ടലായിട്ട് കിട്ടുന്നതിൻ്റെ വ്യത്യാസം. അത് AMUലാണ് തരിക, റൗണ്ട് ഓഫ് ഒന്നും ചെയ്യരുത്. പിന്നെ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ Δm കണ്ടിട്ട് c² ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ Δm AMUൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 931 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ MEV മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ ആൻസർ കിട്ടും. അങ്ങനെയും ചെയ്യാം. ഒന്ന് റെഫർ ചെയ്തേക്കണം. യെസ്, അത്രയേ ഉള്ളൂ ന്യൂക്ലിയസിൻ്റെ ആ ഒരു ഭാഗം. പിന്നെ ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കേർവ് പഠിച്ചിരിക്കണം. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഗ്രാഫ്, ഒരു ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എനർജി വിത്ത് ഡിസ്റ്റൻസ് ഗ്രാഫ് പഠിച്ചിരിക്കണം. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കതിനകത്ത് ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ അതിനകത്ത് ഒരു ചെറിയ കാര്യം കൊണ്ട് നോക്കൂ. x+y = z+q എന്ന് കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിയാക്ഷൻ നടക്കുക, ന്യൂക്ലിയർ റിയാക്ഷൻ. അപ്പോൾ q എന്ന് വെച്ചാൽ എനർജി റിലീസ്ഡാണ്. എനർജി റിലീസ് ചെയ്ത് എത്രയാണെന്നുള്ള കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയെന്നോ? q കാണണമെങ്കിൽ ഇവിടെ x+y - z അത് AMUൽ കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക? 931 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ MEVയിൽ എന്ത് കിട്ടും? പുറത്തേക്ക് എമിറ്റ് ചെയ്തിരിക്കുന്ന എനർജി കിട്ടും. ഈ ഒരു ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. ഓക്കെ, ഇതൊക്കെ തന്നെ ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ അങ്ങ് എഴുതിയാൽ തന്നെ എഴുതുന്നതിനൊക്കെ മാർക്കുണ്ട് കേട്ടോ. ഫൈനൽ ആൻസറിന് മാത്രമല്ല, ഫൈനൽ ആൻസർ ആകെ ഹാഫ് മാർക്കേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഈ ഫോർമാറ്റിലൊക്കെ റിയാക്റ്റൻസിൻ്റെ മാസ് മൈനസ് പ്രോഡക്റ്റിൻ്റെത് ഡിഫറൻസ് കണ്ടിട്ട് 931 ചെയ്ത് കഴിഞ്ഞാൽ എനർജി റിലീസ്ഡ് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ന്യൂക്ലിയർ ഫ്യൂഷൻ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വയ്ക്കണം. പിന്നെ എന്തെങ്കിലും യുറേനിയം ന്യൂക്ലിയസിൽ വന്ന് ഇടിച്ചു, 2 എലമെൻറ്റ് ഉണ്ടായി, എലമെൻറ്റിൻ്റെ മാസ് നമ്പർ ഇതൊക്കെ തരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അറ്റോമിക് നമ്പറും മാസ് നമ്പറും ബാലൻസ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. തന്നിരിക്കുന്ന എലമെൻറ്റ് വെച്ചിട്ട് അങ്ങ് ബാലൻസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് റെഫർ ചെയ്താൽ മതി.
ഓക്കെ, ന്യൂക്ലിയർ എത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സോളിഡ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അത് സിമ്പിൾ ചാപ്റ്റർ അല്ലേ, പക്ക തിയറി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനകത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ ഒന്ന് പഠിച്ചിരിക്കണം. പിന്നെ ഓർത്തിരിക്കേണ്ടത് 2 റെക്ടിഫയേഴ്സും ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യം, ഇത് നമ്മളെ ഡയോഡാണ്, ഇതൊരു ഡയോഡാണ്. ഓക്കെ, പിന്നെ ഇത് വേറൊരു ഡയോഡാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു സർക്യൂട്ടൊക്കെ തരും. ഓക്കെ, എന്നിട്ട് ചോദിക്കും ഇതിലൂടെയുള്ള കറണ്ട് എത്രയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഈ ഡയോഡ് ഫോർവേഡിലും ഇത് റിവേഴ്സിലാകുമ്പോൾ കറണ്ട് പോകില്ല. അപ്പോൾ ഇതിലൂടെയാണ് കറണ്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 2 ohm ആണ്, ഇത് 10 volt ആണെങ്കിൽ കറണ്ട് എത്രയാണ്? 5 ആമ്പിയർ വരിക. അപ്പോൾ ഇത് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ തിയററ്റിക്കലാണ് വരിക. അപ്പോൾ അധികവും ഒന്ന് ലാസ്റ്റ് നിമിഷം നോക്കേണ്ടതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബാക്കി ഡീപ്പായിട്ടൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ റിഫ്രഷ് ചെയ്യാം. പിന്നെ പറയാനുള്ളത് എല്ലാവർക്കും നല്ല ഈസി ആയിരിക്കട്ടെ. പിന്നെ പറയാനുള്ളത്, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസൊക്കെ പെട്ടെന്ന് അങ്ങ് ചിലപ്പം നിങ്ങൾ വായിക്കുമ്പോൾ അങ്ങ് കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സാവകാശം കാണിക്കണം. എന്ന് വെച്ചാൽ നല്ലൊരു ഫൈറ്റർ ആയിരിക്കണം നിങ്ങൾ. പെട്ടെന്ന് തളരരുത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആകെ ഒരു വിഷമം തോന്നും ആദ്യം. അപ്പോൾ അത് പതുക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ സെക്ഷൻ ബിയും സിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് പിന്നെ വീണ്ടും ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് തെളിഞ്ഞു വരും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ചെയ്യാത്ത ഒരു കോൺസെപ്റ്റും നാളെ ഉണ്ടാവില്ല കേട്ടോ. ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരണമെന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അതേ ക്വസ്റ്റ്യൻ കാണില്ല. അപ്പം നിങ്ങൾ പെട്ടെന്ന് അയ്യോ എന്ന് വിചാരിക്കരുത്. എല്ലാം നിങ്ങൾ യൂസ് ചെയ്ത കോൺസെപ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ വായിച്ച് ഒന്ന് ഡ്രോ ചെയ്ത് എല്ലാം ഒന്ന് എഴുതി നോക്കുമ്പോഴേക്ക് തെളിഞ്ഞ് വരും കേട്ടോ. അത് നിങ്ങൾ ചെയ്തിരിക്കണം. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് അല്ലാതെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ടോപ്പിക്ക് നിങ്ങൾക്കറിയാം, ഇത് ഏത് ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ടോപ്പിക്കിലെ കാര്യങ്ങൾ എഴുതി നിറച്ചേക്കണം. ഷുവറായിട്ട് മാർക്ക് കിട്ടും. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ടെൻഷനൊന്നും പാടില്ല. ടെൻഷൻ്റെ ആവശ്യമില്ല. എങ്ങനെയെങ്കിലും അത് ടെൻഷനൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ അത് നോക്കുക. പിന്നെ പറയാനുള്ളത്, എല്ലാവരും പിന്നെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് പേജ് കാണാതാവുക, അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടാവരുത്. അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ടൈമൊക്കെ ഉണ്ടാവും, സമയം കുറവ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.